ഇപ്പോൾ നമ്മൾ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അതിൻ്റെ ഫ്രാങ്ക്ഫർട്ട് ടൗണൊക്കെ കഴിഞ്ഞ് സിറ്റി കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം കണ്ടപ്പം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ലൈൻ കമ്പി എന്ന് പറയുന്നത് ഇലക്ട്രിക് ട്രക്കുകൾ ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമാണ് ഇവർ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ ഒക്കെ മേളിൽ മറ്റേ ഈ ലൈൻ കമ്പിയിലോട്ട് മുട്ടിക്കാനായിട്ടൊരു ആൻറ്റിന പോലെ സാധനം നിൽക്കുമല്ലോ, അതുപോലത്തെ ഒരു സാധനം ചില ട്രക്കുകളുടെ മേളിലുണ്ട്. അപ്പോൾ ഇവർക്ക് സമയം ലാഭിക്കാനായിട്ട് വണ്ടി നിർത്താതെ തന്നെ ഇവർക്ക് ഇതിലെ കൂടെ ഇത് ഇത്ര കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുവാണ്. അപ്പം അത്രയും ദൂരം ഇവർക്ക് ഈ ഒരു ലൈനിൽ ചാർജ് ചെയ്തങ്ങ് പോകാം. അപ്പം ഇവർക്ക് വണ്ടി നിർത്തുകയും വേണ്ട, അത്രയും സമയത്തിന് ഇവർക്ക് ഇത് വണ്ടി ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും. അപ്പം ഞാനിതൊന്ന് കണ്ടിട്ടുള്ളത് ഇവിടെയാണ്. പിന്നെയും ഞാൻ ഇത് കണ്ടിട്ടുള്ളതെന്നൊരു സ്വീഡനിലാണ് കണ്ടിട്ടുള്ളത്. സ്വീഡനിൽ ഇതുപോലെ തന്നെയുണ്ട്. പിന്നെ ജർമ്മനിയിലാണ് കണ്ടിട്ടുള്ളത്. ഞാൻ വേറെ എവിടെയും ഇതങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഇതാണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ വണ്ടി നിർത്താതെ ചാർജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഇലക്ട്രിക് കേബിൾ. ട്രക്കുകൾക്ക് മാത്രമേ ഉള്ളൂ ഇത്, കാരണം അത്രയും പൊക്കത്തിലാണ് ഇരിക്കുന്നത്. ഇത് വേറെ വണ്ടികൾക്കൊന്നുമില്ല, ഉള്ളി ട്രക്ക് മാത്രം. കുറച്ച് ട്രക്ക് എൻ്റെ ഫ്രണ്ടേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇതിലേതെങ്കിലും ഒരു വണ്ടി ചാർജ് ചെയ്തായിരിക്കും പോകുന്നതെന്ന്. പക്ഷേ ഇതൊന്നും ചാർജ് ചെയ്തല്ല പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുമായിരിക്കും. ഇത്രയും പൊക്കമുണ്ട് ട്രക്കിന്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ശകലം, പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ മേളിലോട്ട് മാത്രമേ അത് നിൽക്കുള്ളൂ. അപ്പം ഇവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ട്രക്ക് വന്നു, ഇതും അങ്ങനത്തെ ഒന്നല്ല. ഇല്ലായിരുന്നെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചും കൂടെ തരാമായിരുന്നു.